എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക സുഖത്തിനായി ആയുർവേദം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കുറച്ച് ഔഷധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം. ഭർത്താവിൻ്റെ ലിംഗം തീരെ ചെറുതായിരിക്കുകയും ഭാര്യയുടെ യോനി ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ളതായിരിക്കുകയും ചെയ്യുമ്പോൾ സുരത പ്രക്രിയ വേണ്ടത്ര ആസ്വാദകരമാകണമെന്നില്ല. ചിലപ്പോൾ പ്രസവിച്ച് അധിക നാളാകാത്ത സ്ത്രീകളുടെയും അഴഞ്ഞ യോനി ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് രസിക്കാറില്ല. ഇത്തരക്കാരിൽ യോനി സങ്കോചിച്ചാൽ രതിസുഖം വർദ്ധിക്കും. അതിനെക്കുറിച്ചുള്ള കുറച്ചു വിദ്യകളാണ് ഇനി പറയുന്നത്, അഥവാ ആയുർവേദ ഔഷധങ്ങൾ. ഇവ പ്രയോഗിക്കുകയാണെങ്കിൽ യോനി സങ്കോചം പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി ഇരിപ്പത്തടിയുടെ എണ്ണ നേർത്ത തേനോട് ചേർത്ത് യോനിയിൽ തേച്ചു പിടിപ്പിക്കുക. പേച്ചുര വിത്ത്, പാച്ചോറ്റി എന്നിവ അരച്ചു പുരട്ടുക. തണ്ടോട് കൂടിയ താമര വെള്ളത്തിൽ അരച്ച് വടികയാക്കിയും യോനിയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നു. അതുപോലെ മഞ്ഞൾ, ദേവദാരം, താമരയല്ലി, വരട്ടുമഞ്ഞൾ എന്നിവ അരച്ചും യോനിയിൽ പുരട്ടാവുന്നതാണ്. വയൽച്ചുള്ളി വിത്ത് വെള്ളത്തിൽ അരിച്ച് പതിവായി പുരട്ടാവുന്നതാണ്. അമുക്കിരം, കൊട്ടം, വഴമ്പ്, തിപ്പലി, മഞ്ഞൾ, നീലത്താമര ഇവയെല്ലാം കൂടി വെള്ളത്തിൽ അരച്ചു പുരട്ടുന്നതും നന്നായിരിക്കും. അതുപോലെ ഇവ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ യോനി കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം 1-2 പ്രാവശ്യമെങ്കിലും, അഥവാ മൂത്രമൊഴിച്ചു കഴിഞ്ഞുള്ള ആ സമയങ്ങളിൽ 1-2 പ്രാവശ്യമെങ്കിലും യോനി ചൂടുവെള്ളത്തിൽ കഴുകുന്നത് യോനിയുടെ കുറയ്ക്കുന്നതിന് നല്ലൊരു ഉപാധിയാണ്. അതുപോലെ ചില പെൽവിക് എക്സസൈസുകൾ മറ്റും ഉണ്ട്. ഇവ യോഗാചാര്യന്മാർ തന്നെ പറയുന്നുണ്ട്. ഇത്തരം എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.